സാർ, ഈ സനാതന ധർമ്മവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറഞ്ഞ പിണറായി വിജയൻ ഈ ഗുരുദേവൻ ഒരുപാട് പ്രതിഷ്ഠകളൊക്കെ നടത്തിയിട്ടുള്ളത് നമ്മൾക്കറിയാം. മഹാദേവന്റെ പ്രതിഷ്ഠയൊക്കെ നടത്തിയിട്ടുള്ളത് അറിയാം. ഈ പരമശിവൻ അതല്ലെങ്കിൽ മഹാദേവൻ എന്നൊക്കെ വിളിക്കുന്ന ഈ ഭഗവാൻ സനാതന ധർമ്മമായിട്ട് യാതൊരു ബന്ധവുമില്ല എന്നുള്ളത് ചിന്തിക്കാൻ മാത്രം വിഡ്ഢിയാണോ സാർ? എങ്ങനെയാണ് സാർ ഈ ശ്രീനാരായണ ഗുരുദേവന്റെ പ്രതിഷ്ഠകളെ കുറിച്ചൊക്കെ പ്രേക്ഷകരോട് പറയുകയാണെങ്കിൽ? ശ്രീനാരായണ ഗുരുദേവൻ ഏറ്റവും കൂടുതൽ നടത്തിയിട്ടുള്ള ശിവപ്രതിഷ്ഠകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ മുരുക പ്രതിഷ്ഠകളാണ്. അത് കഴിഞ്ഞാൽ ദേവി പ്രതിഷ്ഠകളാണ്. അത് കഴിഞ്ഞാൽ പിന്നെ വിഷ്ണു പ്രതിഷ്ഠകളാണ്. അങ്ങനെ ഗുരുദേവൻ നടത്തിയിട്ടുള്ള 28 ക്ഷേത്ര പ്രതിഷ്ഠകൾ നോക്കിയാൽ 28 എണ്ണവും ഹിന്ദു ദേവി ദേവന്മാര്. ഒരു മുസ്ലിം പള്ളിയോ ഒരു ക്രിസ്ത്യൻ പള്ളിയോ പണിതിട്ടില്ല. ഇനി അഥവാ അമ്പലത്തിൽ പണിതു പല മതസാരവും ഏകം എന്നൊക്കെ പറഞ്ഞ മനുഷ്യൻ ഏതായാലും മതമേതായാലും മനുഷ്യൻ നന്നായാൽ മതി, ജാതി ഇല്ല നമുക്ക് എന്നൊക്കെ പ്രഖ്യാപിച്ച ആളാണെന്ന് പറയുമ്പോഴും അദ്ദേഹം അമ്പലത്തിനകത്തോ പുറത്തോ ഒരു ക്രിസ്തുവിനെ പ്രതിഷ്ഠിച്ചിട്ടില്ല, ഒരു നബിയെ പ്രതിഷ്ഠിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഒരു മുസ്ലിം ചിഹ്നം പ്രതിഷ്ഠിച്ചിട്ടില്ല. ഓംകാരം പ്രതിഷ്ഠിച്ചിട്ടുണ്ട്, കണ്ണാടി പ്രതിഷ്ഠിച്ചിട്ടുണ്ട്. അതൊക്കെ ഹിന്ദു ചിഹ്നങ്ങളാണ്. മാത്രമല്ല അദ്ദേഹം എഴുതിയ സ്തോത്ര കൃതികൾ 38 സ്തോത്ര കൃതികളുണ്ട്. അതിൽ ഒറ്റ എണ്ണം യേശുവിനെ കുറിച്ചില്ല, നബിയെ കുറിച്ചില്ല, എന്തിന് ബുദ്ധനെ കുറിച്ച് പോലും ഇല്ല. മുഴുവൻ പക്കാ ഹിന്ദു ദൈവങ്ങളെ കുറിച്ച് മാത്രമാണ്. അപ്പോൾ ക്ഷേത്രങ്ങൾ മുഴുവൻ ഹിന്ദുവിൻ്റെതാണ്. അതുപോലെ തന്നെ കൃതികൾ മുഴുവൻ ഹിന്ദുവിന് വേണ്ടിയുള്ളതാണ്. ഈശാവാസി ഉപനിഷത്ത് വരെ അദ്ദേഹം വ്യാഖ്യാനിച്ചിട്ടുണ്ടെന്ന് ഓർക്കണം, ചെറിയ കാര്യമല്ല. അപ്പോൾ അങ്ങനെയുള്ള അതിനോടനുബന്ധിച്ച് നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഹിന്ദു ജീവിതചര്യകളെ ചിട്ടപ്പെടുത്തുന്ന രീതിയിൽ ശ്രീനാരായണ ഗുരുദേവൻ ചെയ്തിട്ടുള്ള മറ്റു ചില കാര്യങ്ങളുണ്ട്. അതായത് മഠങ്ങൾ സ്ഥാപിക്കുക, ആശ്രമങ്ങൾ സ്ഥാപിക്കുക, സന്യാസിമാർക്ക് കാവ്യവസ്ത്രം കൊടുക്കുക. അതുകൂടാതെ അദ്ദേഹം സന്യാസിമാരൊക്കെ മരിക്കുന്ന സമയത്ത് സമാധി ഇരുത്തുക. ശ്രീനാരായണ ഗുരുദേവനിൽ സമാധി ഇരുത്തുകയാണ് ഉണ്ടായത്. അങ്ങനെ സമാധി ഇരുത്തുക, വിവാഹം പോലെയുള്ള ചടങ്ങുകൾക്കുള്ള പൂജാക്രമങ്ങൾ, ആചരണക്രമങ്ങൾ, അതൊക്കെ ഹൈന്ദവ രീതിയിൽ തന്നെ ചിട്ടപ്പെടുത്തി അത് നടപ്പിൽ വരുത്തുക. ക്ഷേത്രങ്ങളോടനുബന്ധിച്ച് മതപാഠശാലകൾ അദ്ദേഹം സ്ഥാപിച്ചു. അദ്ദേഹം സ്ഥാപിച്ച മതപാഠശാലകളിൽ ഖുറാനും ബൈബിളും ഒന്നും അല്ല പഠിപ്പിക്കുന്നതെന്ന് ഓർക്കണം. സൺഡേ സ്കൂളും അതല്ലെങ്കിൽ മദ്രസയൊന്നും സ്ഥാപിച്ചിട്ടില്ല. ഒരു മദ്രസയും ഒരു സൺഡേ സ്കൂളും ശ്രീനാരായണ ഗുരുദേവൻ സ്ഥാപിച്ചിട്ടില്ല. ഇങ്ങനെ ശ്രീനാരായണ ഗുരുദേവൻ എന്ന് പറയുന്നത് തികച്ചും ഈശ്വര അവതാരം തന്നെയാണ്. സാമൂഹ്യ പരിഷ്കർത്താവാന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞത്. ആരാ? പിണറായി. അത് ഭയങ്കര ഗുരുനിന്ദയല്ലേ? സാമൂഹ്യ പരിഷ്കർത്താവ് എന്ന് പറയുന്നത് ഗുരുനിന്ദയാണ്. അപ്പോ ഇപ്പൊ ഞാനൊരു ഉദാഹരണം പറയാം. ഭഗവാൻ കൃഷ്ണൻ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, ശരിയാണ്. ഭഗവാൻ രാമൻ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. ദശാവതാരങ്ങൾ മുഴുവൻ സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയാണ്. ഭാരതത്തിലെ ദൈവങ്ങളായിട്ടുള്ള 33 കോടി ഹിന്ദു ദേവതകളും സാമൂഹ്യ പരിഷ്കരണത്തിന് വേണ്ടിയാണ് വന്നത്. ആ സാമൂഹ്യ പരിഷ്കരണത്തിലൂടെ രംഗത്ത് വന്നവരൊക്കെയാണ് ഈശ്വരാവതാരങ്ങളായിട്ട് പിന്നീട് തിരിച്ചറിയപ്പെടുകയും പൂജിക്കപ്പെടുകയും ആരാധിക്കപ്പെടുകയും ചെയ്തത്. എന്തിന്? ബുദ്ധൻ സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, ക്രിസ്തു സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു, മുഹമ്മദ് നബി സാമൂഹ്യ പരിഷ്കർത്താവായിരുന്നു. പിന്നീടാണ് സമൂഹം തിരിച്ചറിഞ്ഞത് ഇവരൊക്കെ ഈശ്വരാവതാരങ്ങളായിരുന്നു. ഇപ്പോഴും പിണറായി വിജയന് ഈശ്വരാവതാരമായിട്ട് തിരിച്ചറിയാൻ കഴിയുന്നില്ലല്ലോ. അദ്ദേഹം ഇപ്പോഴും സാമൂഹ്യ പരിഷ്കർത്താവ് എന്നുള്ള ഒരു ഭാഗത്ത് നിർത്തിയാണ് ഗുരുവിനെ കാണുന്നത്. അത് തന്നെ ഗുരുവിനോടും ഗുരുവിന്റെ സന്ദേശത്തോടും ഗുരു അവതാരത്തോടുമുള്ള അങ്ങേയറ്റത്തെ അവഹേളനം. സാറേ, നമുക്കറിയാം BJP വിട്ടുപോയിട്ടുള്ള സന്ദീപ് വാര്യർ, എല്ലാരും വാരിയറുകാരെന്ന് പറഞ്ഞപ്പോ വാര്യർ എന്നുള്ള വാര്യറുകാരൻ പറഞ്ഞു. ഇപ്പൊ അയാൾ വേറെ എന്തൊക്കെയായിട്ട് മാറിയിട്ടുണ്ട്. ഇപ്പൊ ഗൾഫ് പര്യടനമൊക്കെ നടത്തിക്കൊണ്ടിരിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട്. ഇത്തരത്തിൽ ഈ BJP വിട്ടുപോയിട്ടുള്ള ഈ സന്ദീപ് എന്ന് പറയുന്ന ആ ഒരു മനുഷ്യൻ, അയാൾ ഒരു കാലത്ത് ഛർദ്ദിച്ചതെല്ലാം പിന്നെ വാരി തിന്നുന്നൊരവസ്ഥ നമ്മൾ കാണാറുണ്ട്. അത് സാധാരണ നമ്മൾ കാണാറ് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലും UDF-ലും കാണാറുണ്ട്. ആദ്യം പറയുന്നതെല്ലാം പിന്നെ അങ്ങോട്ട് ഛർദ്ദിച്ചതെല്ലാം വാരി തിന്നുന്നൊരു ഏർപ്പാട്. അത്തരത്തിൽ ഇവർ ഛർദ്ദിച്ച 2 ചെറിയ ഛർദ്ദിലുകൾ നമ്മളിവിടെ സൂചിപ്പിക്കേണ്ടതുള്ളത് സാറ് സൂചിപ്പിച്ച തന്നെയാണ്. കാരണം ശ്രീനാരായണ ഗുരുദേവനെ സിമന്റ് നാണു എന്ന് വിളിച്ചത് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരാണ്. മറ്റൊന്നാണ് ശ്രീകൃഷ്ണ ജയന്തിക്ക് ബദലായിട്ട് കണ്ണൂരിൽ DYFI നടത്തിയ ഒരു ഘോഷയാത്രയും ശ്രീനാരായണ ഗുരുദേവന്റെ ആ പൂർണ്ണകായ പ്രതിമയെ ചങ്ങലക്കിട്ട് ബന്ധിച്ചുകൊണ്ട് അതല്ലെങ്കിൽ അതിമ കുരിശിലൊക്കെ ബന്ധിച്ചുകൊണ്ട് നടത്തുന്ന ആ ഒരു ഘോഷയാത്രയൊക്കെ നമ്മൾ കണ്ടതാണ്. ഈ ഛർദിൽ വാരി തിന്നുന്ന ഇന്നിപ്പോൾ ശ്രീനാരായണ ഗുരുദേവനെ അവരുടെ സഖാവായി കാണുന്നത്, അതിനെങ്ങനെയാണ് സാർ കാണുന്നത് ഈ ഒരു ഛർദിൽ വാരി തിന്നുന്നതിന്? അല്ല, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിന്റെ അപജയത്തിന്റെ ഏറ്റവും വലിയ തെളിവാണ് അത്.
അവര് ശ്രീനാരായണ ഗുരുദേവനെ ആക്ഷേപിച്ചു. അതിന് EMS നേതൃത്വം കൊടുത്തു. അതിനുശേഷം EMSന്റെ മകൻ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ഇരിക്കുന്ന സർ കേട്ടു എന്ന് തോന്നുന്നു. കേട്ടു നെറ്റിൽ എന്തൊക്കെയോ പ്രശ്നങ്ങൾ വരുന്നുണ്ട്. ഇല്ല, എനിക്ക് ചോദ്യം കേട്ടു. EMS നമ്പൂതിരിപ്പാടിന്റെ മകൻ ശ്രീധരൻ നമ്പൂതിരിപ്പാട് ഇരിക്കുന്ന ഒരു കമ്മിറ്റിയിൽ ഈ ഗൗരി അമ്മയെ വിചാരണ ചെയ്യുന്ന ഒരു സന്ദർഭമുണ്ട്. അവിടെ ഗൗരി അമ്മയെ ഈ ചോഗത്തി എന്നാണ് EMSന്റെ മകൻ വിളിച്ചത്. അപ്പോൾ തന്നെ ആ ബ്രാഹ്മണ മേധാവിത്വത്തിന്റെ സവർണ മേധാവിത്വത്തിന്റെയും കമ്മ്യൂണിസ്റ്റ് മുഖം വ്യക്തമാകുന്നുണ്ട്. പറഞ്ഞോ സർ, കേൾക്കുന്നുണ്ട്. അതായത് കമ്മ്യൂണിസ്റ്റ് മുഖം എപ്പോഴും കമ്മ്യൂണിസ്റ്റ് തലച്ചോറും നേതൃത്വവും എല്ലാം അധസ്ഥിതർക്കും പിന്നോക്കക്കാർക്കും OBC വിഭാഗക്കാർക്കും എതിരായിരുന്നു. അവരെപ്പോഴും ബ്രാഹ്മണ ആധിപത്യമാണ് ഉയർത്തിപ്പിടിച്ചത്. അത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചു. എന്നാൽ ഇന്ന് അത് തിരിച്ചറിയപ്പെട്ടു കഴിഞ്ഞു. ആ പൊള്ളത്തരം പൊളിച്ചടുക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഇപ്പോഴും കുറെ അണികൾ ഉള്ളത് എന്ന് ചോദിച്ചാൽ അത് ഭയപ്പെടുത്തി കൂടെ നിർത്തിയിരിക്കുകയാണ്. ഉദാഹരണം പറഞ്ഞാൽ തൊഴിലുറപ്പ് തൊഴിലാളികൾ ഞങ്ങളാണ് ഭരിക്കുന്നത്, ഞങ്ങളുടെ കൂടെ നിന്നില്ല പണി കിട്ടില്ല എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് കൂടെ നിർത്തിയിരിക്കുന്നു. പിന്നെ ബാക്കിയുള്ള തൊഴിലാളി വിഭാഗങ്ങൾക്കൊക്കെ അവര് ഈ ട്രേഡ് യൂണിയൻ ഉണ്ടാക്കിയതിനു ശേഷം ഈ ട്രേഡ് യൂണിയനുമായി ബന്ധപ്പെട്ട പിരിവുകളും സംഭാവനകളും സാമ്പത്തിക ഇടപാടുകളും ഉണ്ടാക്കുന്നു, ക്ഷേമനിധികൾ ഉണ്ടാക്കുന്നു, എംപ്ലോയീസിന് വേണ്ടി സഹകരണ സംഘങ്ങൾ ഉണ്ടാക്കുന്നു, അതിനകത്ത് വായ്പ കൊടുക്കുന്നു, ചിട്ടി പിടിക്കുന്നു, പണയം വെക്കുന്നു. അങ്ങനെ സാമ്പത്തിക ചുറ്റുപാടുകൾ ഇവർക്ക് ചുറ്റും മുറുക്കി വെച്ചിട്ട് അതിനെ കെട്ടുപാടുകളാക്കി മാറ്റി, ബാധ്യതയാക്കി മാറ്റി, അടിമകളാക്കുന്നു. അതായത് ഓരോ കമ്മ്യൂണിസ്റ്റ് സഖാവും ഒരടിമയാണ്. ഇത് കേരളം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമാണ്. കമ്മ്യൂണിസ്റ്റ് സഖാവിന്റെ ജാതിയോ മതമോ അതൊന്നും അല്ല പ്രശ്നം. ഞങ്ങൾക്കില്ല ജാതി, ഞങ്ങൾക്കില്ല മതം എന്നൊക്കെ പറയും. എന്നിട്ട് എന്തിനു വേണ്ടിയാണ്? ചൂഷണത്തിന് വേണ്ടിയാണ്. ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവായിട്ടുള്ള ഒരു എംപ്ലോയി സർക്കാർ ജോലിക്കാരനാണെങ്കിൽ പോലും 2 മാസത്തെ ശമ്പളം പാർട്ടിക്ക് കൊടുക്കണം. അങ്ങനെ നിയമമൊന്നുമില്ല, പക്ഷെ മേടിച്ചിരിക്കും. പല കാരണം പറഞ്ഞ് മേടിച്ചിരിക്കും. സംസ്ഥാന സമ്മേളനം, ജില്ലാ സമ്മേളനം, ഏരിയ സമ്മേളനം, ലോക്കൽ സമ്മേളനം, ബ്രാഞ്ച് സമ്മേളനം, അഖിലേന്ത്യാ സമ്മേളനം, പിന്നെ അഖിലേന്ത്യാ ഹർത്താല്, ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവന്റെ കയ്യിൽ നിന്ന് 2 മാസത്തെ ശമ്പളം മേടിക്കും. അതുകൂടാതെ പെൻഷൻ വരെ തടയും എന്ന് പറഞ്ഞ് പേടിപ്പിച്ച് മരണം വരെ കൂടെ നിർത്തും. ട്രാൻസ്ഫർ അടിക്കും, പ്രൊമോഷൻ തടയും, പെൻഷൻ തടയും, ശിക്ഷണ നടപടി എടുക്കും, സസ്പെൻഡ് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് ഭയപ്പെടുത്തി ഇവരെയൊക്കെ ചൂഷണം ചെയ്യുകയാണ്. അപ്പോൾ ഈ ചൂഷണത്തിനുള്ളിൽ സംഘടന എന്ന് പറയുന്ന ഒരു സംവിധാനം ഉണ്ടാക്കി. അത് ട്രേഡ് യൂണിയൻ ആയിരിക്കും, സൊസൈറ്റി ആയിരിക്കും, ക്ഷേമനിധി ആയിരിക്കും, പെൻഷൻ സംഘടനയായിരിക്കും, സർവീസ് സംഘടനയായിരിക്കും, എന്താണേലും സംഘടന എന്ന് പറയുന്ന ചങ്ങലയിട്ട് വരിഞ്ഞു മുറുക്കി ഇവരുടെ വരുമാനം മുഴുവൻ ഊറ്റിക്കുടിക്കുന്ന നീരാളി പിടുത്തമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓരോ മലയാളിയുടെ മേലും പിടിച്ചിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ നീരാളിപ്പിടുത്തത്തിലായി പോയ സമുദായമാണ് ഈഴവ സമുദായം. അതുകൊണ്ട് ഇന്ന് ആ നീരാളിപ്പിടുത്തത്തിന്റെ കൈകൾ മോചിപ്പിച്ച് പുറത്തേക്ക് വരാനുള്ള തത്രപ്പാടിലാണ് കേരളത്തിലെ ഓരോ കമ്മ്യൂണിസ്റ്റ് സഖാവും. മനസ്സുകൊണ്ട് ഇഷ്ടപ്പെട്ടിട്ടല്ല ഒരു കമ്മ്യൂണിസ്റ്റ് സഖാവും. ദേശാഭിമാനി വരുത്തുന്ന പോലെ ദേശാഭിമാനിയെ പലരും വരുത്തും പേടിച്ചിട്ടാ. ഇത് വരുത്തിയില്ല എന്നുണ്ടെങ്കിൽ പാർട്ടി നടപടിയെടുക്കും, അവർക്ക് ഭരണമുണ്ട് എന്ന് പറയുന്ന പോലെയാണ് CITU ചേരുന്നത്, DYFI ചേരുന്നത്, SFI ചേരുന്നത്, പേടിപ്പിച്ചിട്ടാണ്. അതായത് സ്വതന്ത്രമായ രീതിയിൽ ഒരു മലയാളി ഒരു കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനത്തിലും ചേരുകയില്ല, ഒരു കമ്മ്യൂണിസ്റ്റ് സാഹിത്യവും വായിക്കുകയില്ല, ഒരു ദേശാഭിമാനിയും വരുത്തുകയില്ല. കഴിഞ്ഞ ദിവസം സംസ്ഥാന സെക്രട്ടറി ഗോവിന്ദൻ മാഷ് തന്നെ പറഞ്ഞല്ലോ, ദേശാഭിമാനിയോ നമ്മൾ മേടിക്കുന്നില്ല, നമ്മൾ വായിക്കുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ കൈരളി ചാനൽ കാണുന്നില്ല എന്നൊക്കെ അദ്ദേഹം തുറന്നു പറഞ്ഞതിന്റെ കാരണം ഇതാണ്. കെട്ടുപൊട്ടിക്കുന്ന കമ്മ്യൂണിസ്റ്റുകാരൻ അവന്റെ അസ്വസ്ഥത മുഴുവൻ ഇന്ന് പ്രകടിപ്പിച്ചു കഴിയുമ്പോൾ ഗോവിന്ദൻ മാഷിന് പോലും കാര്യങ്ങൾ സത്യസന്ധമായി പറയേണ്ടി വരുന്നുണ്ട്. ഇതാണ് ഇന്ന് കേരളത്തിലെ കമ്മ്യൂണിസം നേരിടുന്ന അവസ്ഥ. ഓക്കെ, നിങ്ങൾ എന്നെ കമ്മ്യൂണിസ്റ്റ് ആക്കി എന്ന് പറയുന്ന ഒരു നാടകം നമ്മൾ കേട്ടിട്ടുണ്ട്, അത് പറയാറുണ്ട് എല്ലാവരും. അതുപോലെ തന്നെ ഇന്നത് മാറിക്കൊണ്ട് നിങ്ങൾ എന്നെ BJP ആക്കി എന്ന രീതിയിലേക്ക് എല്ലാ ഈഴവരും കമ്മ്യൂണിസ്റ്റ് പാർട്ടി വിട്ടുകൊണ്ട് തന്നെ സത്യം ധർമ്മം മനസ്സിലാക്കിക്കൊണ്ട് കാലത്തിന്റെ ആ ഒരു അനിവാര്യത മനസ്സിലാക്കിക്കൊണ്ട് BJPയിലേക്ക് അടുക്കുന്നു. അതുപോലെ ക്രൈസ്തവർ അടുക്കുന്നു, ഒട്ടേറെ NSSന്റെ നായർ സർവീസ് അതിലുള്ളവർ അടുക്കുന്നു. എല്ലാവരും BJPയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുമ്പോൾ ഇത്തരത്തിൽ ഇവർക്കൊക്കെ ആ ഒരു ചിത്തഭ്രമം ഉണ്ടാവുക എന്നുള്ളത് സ്വാഭാവികം തന്നെയാണ്. അതുകൊണ്ട് പിണറായി വിജയൻ ഇതിലും വലിയൊരു ചിത്തഭ്രമത്തിന്റെ ലക്ഷണം കാണിക്കുന്നത് വേറെ ഒന്നില്ല എന്ന് തന്നെ പറയേണ്ടതുണ്ട്. കാരണം ശ്രീനാരായണ മഹാഗുരുദേവൻ
മഹാഗുരുദേവൻ എന്ന് തന്നെ വിളിക്കേണ്ടതുണ്ട്. അദ്ദേഹത്തിന് സനാതന ധർമ്മവുമായി ഹിന്ദു സംസ്കാരവുമായി യാതൊരു ബന്ധവുമില്ല എന്ന് പറയുന്ന ഇയാളുടെ തലയിൽ നെല്ലിക്കാത്തളം എന്നോ തളിക്കേണ്ടതിന്റെ ആ കാലം കഴിഞ്ഞു എന്ന് മാത്രമേ കൂട്ടിച്ചേർക്കാനുള്ളൂ. എന്തായാലും ജയസൂര്യൻജി ഇടയ്ക്ക് നെറ്റിന്റെ പ്രശ്നം വന്നിട്ടുണ്ടെങ്കിൽ പോലും കൃത്യമായിട്ടും എല്ലാ വിവരങ്ങളും പാസ് ചെയ്തെന്ന വിശ്വാസത്തോടെ സാറിന്റെ പെർമിഷനോടെ തൽക്കാലം ഈ സെഷൻ വൈൻഡ് അപ്പ് ചെയ്യാം. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം. പ്രേക്ഷകരെ വലിയ സ്നേഹ നമസ്കാരം. ഞാനും ജാമിദ ടീച്ചറൊക്കെ നമ്മുടെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു. 2 മാസത്തേക്ക് സാമ്പത്തിക സഹായം ചെയ്യാൻ കഴിയുന്നവർ കടമായിട്ട് തന്നെ സഹായിക്കണമെന്നും പറഞ്ഞുകൊണ്ടും. പക്ഷെ അതിലേക്ക് ഒരുപാട് ആളുകൾ കടമായിട്ടല്ലാതെ തന്നെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടും നമ്മളോടുള്ള ആത്മാർത്ഥത കൊണ്ടും സഹായിക്കാൻ വേണ്ടി തന്നെ ഒരുപാട് ആളുകൾ മുന്നോട്ട് വരുന്നുണ്ട്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മേഖലയുമായി ബന്ധപ്പെട്ട് നമ്മൾ പ്രവർത്തിക്കൽ തുടങ്ങിയത് കൊണ്ട് തന്നെ നമ്മൾക്ക് ബന്ധുക്കളോ അതല്ലെങ്കിൽ സുഹൃത്തുക്കളോ ഇല്ല എന്നുള്ളതാണ് സത്യം. അത്തരത്തിൽ നമ്മുടെ ഈ ചാനൽ മേഖലയിലുള്ള അതല്ലെങ്കിൽ നമ്മളോട് സ്നേഹമുള്ള നമ്മുടെ സംഘബന്ധുക്കൾ തന്നെയാണ് നമ്മുടെ ബന്ധുക്കളും സുഹൃത്തുക്കളും. അതുകൊണ്ട് തന്നെയാണ് നമുക്ക് പുറത്ത് ഒരാളോട് ഒരു രൂപ കടം ചോദിക്കാനോ അതല്ലെങ്കിൽ ഒരു രൂപ സഹായിക്കണമെന്ന് പറയാനോ പറ്റാത്തത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഈ ചാനലിലൂടെ പല കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നതും ആവശ്യപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ ഈ എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങളുമായിട്ട് മാത്രമേ നമ്മൾക്ക് ഇത് ഷെയർ ചെയ്യാനായിട്ട് ഉള്ളൂ എന്നതാണ് സത്യം. കാരണം നമ്മൾ ഈ ചാനൽ മേഖലയിലേക്ക് വന്നതുകൊണ്ട് തന്നെ നമ്മുടെ ബന്ധുക്കളായാലും നമ്മുടെ സുഹൃത്തുക്കളായാലും നാട്ടുകാരായാലും നിങ്ങൾക്ക് അറിയാലോ, പ്രത്യേകിച്ച് ഞാൻ ജീവിക്കുന്നതൊക്കെ പെറ്റ് വളർന്ന് ജീവിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്, നിലമ്പൂർ സ്വദേശിയാണ്. അതുകൊണ്ട് തന്നെ എത്രത്തോളം ആയിരിക്കും ഇവരുടെയൊക്കെ ആ ഒരു ശത്രുത മനോഭാവം എന്നറിയാമല്ലോ. അതുകൊണ്ട് മാന്യ പ്രേക്ഷകർ തന്നെയാണ്, സംഘബന്ധുക്കൾ തന്നെയാണ് എന്റെ സുഹൃത്തുക്കൾ, എന്റെ ബന്ധുക്കൾ. അതുകൊണ്ട് എനിക്കൊരു തളർച്ച വന്നു കഴിഞ്ഞാൽ നിങ്ങളോട് മാത്രമാണ് അഭ്യർത്ഥിക്കുക. അപ്പോൾ ജാമിദ ടീച്ചറും തന്നെ എന്റെ ഒരു ബുദ്ധിമുട്ട് കണ്ടിട്ട് ടീച്ചറും കമ്മ്യൂണിറ്റി പോസ്റ്റ് ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു, ബൈജുവിനെ സഹായിക്കാൻ പറ്റുന്നവർ സഹായിക്കുക എന്ന് പറഞ്ഞിട്ട്. നമുക്ക് ചോദിക്കാനുള്ളത് നമ്മുടെ സുഹൃത്തുക്കളോടും ബന്ധുക്കളോടുമാണ്. എന്റെ സുഹൃത്തുക്കളും എന്റെ ബന്ധുക്കളും എന്റെ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അപ്പൊ അത് കണ്ടുകൊണ്ടാണ് ജാമിദ ടീച്ചറും കമ്മ്യൂണിറ്റിയിൽ ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പൊ ഇതിന്റെ ആദ്യ കമന്റ് ആയിട്ട് ഹെൽപ്പ് ചെയ്യാനുള്ള അക്കൗണ്ട് നമ്പറും ഡീറ്റെയിൽസും കൊടുക്കുന്നുണ്ട്. വീണ്ടും പറയാം, എനിക്ക് എന്റെ വ്യക്തമായുള്ള കാര്യങ്ങൾ, അത് സഹായമായാലും അപേക്ഷയായാലും എല്ലാം എനിക്ക് വെക്കാനുള്ളത് മാന്യ പ്രേക്ഷകർക്ക് മുൻപിലാണ്. കാരണം എന്റെ സുഹൃത്തുക്കളായാലും എന്റെ ബന്ധുക്കളായാലും അതെല്ലാം എന്റെ ഈ ചാനൽ പ്രേക്ഷകർ തന്നെയാണ്. അതിലേക്ക് എന്റെ ബന്ധുക്കളായാലും എന്റെ സുഹൃത്തുക്കളായാലും എന്നെ വിട്ടുപോയത് ഈ ഒരു പച്ചയായ യാഥാർത്ഥ്യങ്ങൾ പച്ചയ്ക്ക് പറയുന്നത് കൊണ്ട് തന്നെയാണ്. അതുകൊണ്ട് സഹായിക്കാൻ പറ്റുന്നവർ ആദ്യ കമന്റ് വാച്ച് ചെയ്യുക, ആദ്യ പിൻ ചെയ്ത് വെച്ച കമന്റ് നോക്കുക എന്ന് മാത്രം വീണ്ടും അഭ്യർത്ഥിച്ചുകൊള്ളട്ടെ. നന്ദി, നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.